നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. താങ്ങാൻ ആളില്ലാതെ വരുമ്പോഴാണല്ലോ പലരും തകർന്നു പോകുന്നത്. ഇവിടെ ഇപ്പോ അരുന്ധതി അവന്റെ ആശ്രയം. മായിച്ച് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആരും കരുതുന്നത് പോലെ അല്ല ഇപ്പൊ ഭരതന്റെ അമ്മയുടെ അടുത്തുണ്ടാവും. എന്തോ അവന്റെ പോക്ക് കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. നീ എന്തായാലും അവനൊന്ന് വിളിച്ചു നോക്ക്. ഇപ്പൊ തന്നെ ഒന്ന് വിളിക്ക്, നോക്കാലോ. കിട്ടുന്നില്ല മായിച്ച്. ചിലപ്പോ റേഞ്ച് ഉണ്ടാവത്തില്ല. കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കണം കേട്ടോ. ഭാരതിനെ കണ്ടോ സേതോട്ടാ? ഇല്ല, സാധാരണ കാണാറുള്ള സ്ഥലത്തൊന്നുമില്ല. മിക്കവാറും അവൻ അമ്പാലികാൻ്റെ അടുത്തിടയിലും കാണും. എന്റെ മനസ്സ് അങ്ങനെ തന്നെ പറയുന്നത്. ഞാൻ രമേശിനോട് തിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ അവനെ തല്ലിയതിൽ അവന് നല്ല വിഷമമുണ്ട്. ആന്റി തല്ലിയതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെയുള്ള സംസാരമല്ലേ ഭരതന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിപ്പോ ഭരത്തിനെ വഴിതെറ്റിക്കാൻ അനിരുദ്ധം ശ്രമിക്കത്തുള്ളൂ. അത്രമാത്രം ദേഷ്യം അനിരുദ്ധത്തിന് നമ്മുടെ കുടുംബത്തോടുള്ളൂ. അമ്മയോടും ഭാവനയോടോ അയാൾക്ക് ദേഷ്യം. അതെല്ലാം മനസ്സിൽ വെച്ചോണ്ടാ ഭരതനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷെ ഭരത്തിന് അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ അവൻ പഠിക്കുമായേ. നീ നോക്കിയോ, ഉടനെ തന്നെ അനിരുദ്ധന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഭരത്തിനെതിരെ ഉണ്ടാവും. എന്നാലേ അവൻ പഠിക്കത്തുള്ളൂ. അരുന്ധതി, നീ അവനെ വിളിക്കണം. ഫോൺ എടുത്താൽ സംസാരിക്കണം. ഭാര്യ വിചാരിച്ച ഭർത്താവിനെ നന്നാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഭരത്തിനെ നേർവഴിക്ക് കൊണ്ടുവരണോ